ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ടംപൊരിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിന് ഉണ്ടംപൊരി എന്ന് പറയും, ഉണ്ടക്കായ എന്ന് പറയും, ഗുണ്ടെന്നൊക്കെ പറയും കേട്ടോ. 2-3 പേരുകളിൽ ഇതിനെ അറിയപ്പെടും. നല്ല ടേസ്റ്റിയാണ് തയ്യാറാക്കിയാൽ. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഉണ്ടംപൊരി തയ്യാറാക്കാൻ വേണ്ടി 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാലിപ്പൂവനാണ്. പിന്നെ ഇതിന് പാളയംകോടൻ പഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. എനിക്ക് പാളയംകോടൻ പഴം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഏത് പഴം ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിലേക്കിടാം, ഈ ജാറിലേക്കിടാം. ഇനി നമുക്ക് ശർക്കര ചീകിയത് 1.5 കപ്പ്, 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തത്. ഇങ്ങനെ നമ്മൾ ശർക്കര ചീകി ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ എടുക്കാം. എനിക്ക് കുറച്ച് മധുരം കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ ഇത്രയും ശർക്കര ചേർക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് നല്ലപോലെ അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. പഴവും ശർക്കരയും കൂടെ നമ്മൾ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ശർക്കര ആകുമ്പം കുറച്ചുകൂടെ അയണൊക്കെ ഉള്ളതാണ്, ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ശർക്കരനെ ഞാൻ എടുത്തത് ഇതിന്. ഇനി നമുക്കിത് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി, 250 ml കപ്പാണ് ഇത് കേട്ടോ. ഈ കപ്പിന് തന്നെ നമ്മൾ ശർക്കര 1.5 കപ്പ്, ചീകിയ ശർക്കര ഇതിന് 1.5 കപ്പ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. മധുരമല്ലേ, അന്നേരം ഉപ്പ് കുറച്ച് മതി. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച, ജാറിൽ അടിച്ച് വെച്ച ശർക്കരയും പഴവും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴവും ശർക്കരയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തപ്പം അതൊന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം, ഇത് കുറച്ച് ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ കുറച്ചുകൂടെ ലൂസാവണം. നമ്മളിത് കുഴച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത്രയും ലൂസിൽ വേണം ഇത് കുഴച്ച് വെക്കാൻ, എന്നെങ്കിലേ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ലതായിരിക്കും, നല്ലപോലെ പൊട്ടാതെ കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സമയമുണ്ട്. 2 മണിക്കൂർ വെക്കുക, ഞാൻ 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വേണ്ടേ, നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുക മാവ്. ഇങ്ങനെ തന്നെ വേണം ഇരിക്കാൻ. 1 മണിക്കൂറേ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ സമയമുള്ളവർ വെക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൈ മുക്കണം. കൈ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടല്ല കയ്യിൽ ഒട്ടി പിടിക്കും. എന്നിട്ട് കുറേശ്ശെ മാവ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടണം. ഇങ്ങനെ കൈവെള്ളയിലിട്ടൊന്ന് ഉരുട്ടണം. ഉരുട്ടി പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ മതി. കുറേശ്ശെ മാവ് ഇങ്ങനെ എടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് വരുത്തിയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഒന്ന് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ക്രിസ്പി ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ നമ്മളിത് പൊരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിക്കാൻ, എന്നെങ്കിൽ മാത്രമേ ഉള്ളു വേവത്തുള്ളൂ. നല്ല ഡാർക്ക് ബ്രൗൺ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. നമ്മുടെ ഉണ്ടംപൊരിയുടെ യഥാർത്ഥ കളറായത് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ. ഈ കളറാകുമ്പോൾ നമ്മളിഞ്ഞ് കോരണം. ഇതുപോലെ നമുക്കെല്ലാം പൊരിച്ച് കോരാം.
നമ്മുടെ ഉണ്ടംപൊരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഞാൻ ഒരെണ്ണം എടുത്തേ നല്ല ചൂടാറിയത് തന്നെ ആദ്യം ഉണ്ടാക്കിയത് തന്നെ ഞാനൊരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് കാണിക്കാം. ഇതാ നോക്കിയാൽ ആ സോഫ്റ്റ് അതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പതുങ്ങുന്നുണ്ടോ? മുറിച്ച് കാണിക്കണ്ടേ? ഉള്ളൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോഴത്തേ ഉണ്ടല്ലോ നല്ലപോലെ അങ്ങ് വേവ് ഉള്ളൊക്കെ ഇരുന്ന് വേണ്ടതാ നല്ല സോഫ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഇത് കേട്ടോ. ചെറിയ പ്രായം തൊട്ടേ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറാട്ടോ. ഇത് രണ്ടെണ്ണം തിന്ന് ചായ കുടിച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.